നാടിനെ നടുക്കിയ തിരുവല്ലയിലെ സ്പാ കൂട്ടബലാത്സംഗത്തിൽ യുവതി നേരിട്ടത് ക്രൂരമായ പീഡനം. സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും തന്നെ ശാരീരികമായി മർദ്ദിച്ച ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത 24 പറഞ്ഞു. സഹപ്രവർത്തക ഗുണ്ടകൾക്ക് കൂട്ടുനിന്നതായും അതിജീവിത പറയുന്നു. ആദ്യം അതിജീവിതയുടെ പ്രതികരണം. നമ്മൾ അനുഭവിക്കാത്ത ഒന്നുമില്ല, അതുപോലെ അവനെന്നെ അങ്ങോട്ട് ഉപദ്രവിച്ചു. ഇടത്തെ കൈയുടെ ഓർത്തിട്ട് നന്നായിട്ട് അടിച്ചു. എന്റെ പുറത്തിന്റെ മുട്ടുകൈ, അവന്റെ മുട്ടുകൈ വെച്ചിട്ട് ഒരൊറ്റ ഇടി. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞി കത്തി, തൊണ്ടക്കുടിയിൽ ഇങ്ങനെ കത്തി കുത്തി വെച്ചിരിക്കുക. കൂട്ടബലാത്സംഗത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന് സംശയിക്കുന്നതായി സ്ഥാപന ഉടമ ആരോപിക്കുന്നു. ഇക്കാര്യം അന്വേഷിക്കുമെന്ന് പത്തനംതിട്ട SP R ആനന്ദും പറയുന്നു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഗുണ്ടാ നെക്സസ് എന്ന ആക്ഷേപവും പരക്കെ ഉയരുന്നുണ്ട്. സ്പാകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ, ചില ഉദ്യോഗസ്ഥർ മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണമടക്കം ഉയരുന്നൊരു കേസ് കൂടിയായി മാറുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം റിപ്പോർട്ടിലേക്ക്. സമാനതകളില്ലാത്ത വലിയ ക്രൂര പീഡനത്തിനാണ് പത്തനംതിട്ട തിരുവല്ലയിൽ സ്പായിലെ ജീവനക്കാരി ഇരയായത്. കഴുത്തിൽ കത്തിവെച്ച് തന്നെ ക്രൂരമായിട്ട് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് അതിജീവിത തുറന്നു പറയുകയും ചെയ്തിരുന്നു. 50,000 രൂപ ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടെത്തിയ സുബിൻ അലക്സാണ്ടർ അടക്കമുള്ള 6 കൂട്ടാളികളും ചേർന്ന് സ്പായിൽ നടത്തിയത് നരനായാട്ടാണ്. ഒരു സ്ത്രീയെ അങ്ങേയറ്റം ബ്രൂട്ടലായിട്ട് പീഡനത്തിന് ഇരയാക്കുക, അതിനുശേഷം ഇത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, അത്തരത്തിൽ വലിയ ക്രൂര പീഡനം സ്പായിലെ അതിജീവിത നേരിടുകയും ചെയ്തിരുന്നു. അതുമാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നുവരുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷണ വിധേയമായി കൊണ്ടുവരുമെന്ന് പത്തനംതിട്ട പോലീസ് മേധാവി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പോലീസ് മേധാവിക്ക് നേരിട്ട് അതിജീവിതയോ അല്ലെങ്കിൽ സ്പായുടെ മുതലാളിയോ ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിരുന്നില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരിട്ട് ഈ സ്ഥലത്തെത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിജീവിതയിൽ നിന്ന് മൊഴിയെടുക്കുകയും പിന്നീട് പരാതി ലഭിക്കുകയും ആ പരാതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ 2 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. 18 ക്രിമിനൽ കേസുകളടക്കം പ്രതിയായിട്ടുള്ള സുബിൻ അലക്സാണ്ടറും സുബിന്റെ കൂട്ടാളി ബെർലിൻ ദാസുമാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. മറ്റ് 4 പ്രതികളും ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അവരെ എത്രയും വേഗം പിടികൂടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പോലീസ് സംഘം പങ്കുവെക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ന് അതിജീവിതയുടെയും അതുപോലെ തന്നെ സ്പാ സ്ഥാപനത്തിന്റെ ഉടമയുടെയും മൊഴി പോലീസ് സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനകത്ത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. അതുമാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് അതിജീവിത ഇരയാകുന്നു. അതോടൊപ്പം തന്നെ അതിജീവിത പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ആ സ്പായിലെ തന്റെ സഹപ്രവർത്തകയായിരുന്ന ഒരു യുവതി കൂടി ഇതിന് ഒപ്പം നിന്നു. ആ കാര്യങ്ങൾ കൂടി അന്വേഷണ വിധേയമായിട്ട് കൊണ്ടുവരണം. തന്നെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിനെ ഏതെങ്കിലും രീതിയിൽ എതിർക്കാനോ തനിക്കൊപ്പം ഉണ്ടായിരുന്ന അതിജീവിത ശ്രമിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി അതിജീവിത പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്റെ സഹപ്രവർത്തക കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംശയം കൂടി അതിജീവിത ഉന്നയിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, സ്പാകൾ, അതായത് തിരുവല്ലയിലെ സ്പാകൾ തമ്മിലുള്ള ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തണം. ഒരു കിടമത്സരം, സ്പാകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു കിടമത്സരം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംശയം കൂടി സ്പാ ഉടമ പങ്കുവെക്കുന്നുണ്ട്. ആ കാര്യത്തിലേക്കടക്കം പോലീസിന്റെ അന്വേഷണം വരും ദിവസങ്ങളിൽ പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ 4 പ്രതികൾ ഒളിവിൽ തുടരുകയാണ്. സുഹൈൽ, ദിവസം 6 കഴിയുന്നു. പ്രതികൾ ഇപ്പോഴും പലരും ഒളിവിലാണ്. അതോടൊപ്പം തന്നെയാണ് ഗുണ്ടാ പോലീസ് നെക്സസ് ആരോപണം ഉയരുന്നത്. മാസപ്പടി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത് കൊടും കൃത്യമാണ്. അതിലേക്ക് കൂടി സമഗ്രമായ അന്വേഷണം നടക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.